Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരമുള്ള ഒരു കാര്യമായിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൈരാണ്. അതും നല്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന നല്ല കട്ട തൈരുണ്ടല്ലോ, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കുന്നത് വെറും 1 മണിക്കൂറിനകത്തൊക്കെ നമുക്കിത് ആയി കിട്ടും. ഇതൊരു തൈരായിട്ട് കിട്ടും. അത് നമ്മളിത് ഉണ്ടാക്കുന്നത് കുക്കറിലുമാണ്. കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ഒരു മെത്തേഡ് ഉണ്ട്. ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ തൈര് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനകത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നല്ല കട്ടിയായിട്ടുള്ള തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് നനവുള്ളത് നല്ലതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് നമ്മുടെ പാല് തിളച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ അല്പം ഒരു നനവോട് കൂടെ നമ്മൾ ഈ ഒരു പാത്രം റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി നനവൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നനവോട് കൂടെ തന്നെ ഞാൻ 1/2 ലിറ്ററോളം പാലാണ് ഇന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഒരു 1/2 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 500 ml പാലാണ് എടുത്തിരിക്കുന്നത്, 1/2 ലിറ്റർ. അപ്പം ഞാനിന്ന് ആദ്യം മുതൽക്കേ തന്നെ കാണിക്കുവാണ് പാല് തിളപ്പിക്കുന്നതേ മുതൽ. കാരണം ഇപ്പോൾ ഇപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ പാല് ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതപ്പോൾ പാലിവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിക്കാം കേട്ടോ. ഒരു 2-3 സെക്കൻഡും കൂടെ നമുക്കൊന്ന് വളരെ കുറച്ച് നേരം ഒന്ന് മാത്രം മതി ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമ്മൾ വളരെയധികം ചൂടാറാനായിട്ട് നിൽക്കരുത്. അത്യാവശ്യം ചൂട് വേണം, ഒത്തിരി ചൂട് വേണ്ട, എന്നാൽ തീരെ ചൂട് കുറവും വേണ്ട. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒത്തിരി ചൂടായി കഴിഞ്ഞെന്നാലും ചൂട് കുറഞ്ഞു കഴിഞ്ഞെന്നാലും നമുക്ക് കറക്റ്റ് തിക്കായിട്ടുള്ള തൈര് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ചൂട് ഒരു എന്താ പറയുക, അത്യാവശ്യം ഒരു ചൂട്, തീരെ ചൂടല്ല, ചൂടാറിയിട്ടല്ല, അതിനേക്കാളും കുറച്ച് മേലെ നിൽക്കുന്ന ഒരു ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിനായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കൺസിസ്റ്റൻസി അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു ചൂടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൈ നമ്മൾ മുക്കി വെക്കുമ്പോൾ നല്ല ചൂട്, അത്യാവശ്യം നല്ല ചൂട് ഫീൽ ചെയ്യും വേണം. എന്നാൽ നമുക്ക് ആ ഒരു വിരൽ മുക്കി വെക്കാനും പറ്റണം. ആ ഒരു സ്റ്റേജാണ് കേട്ടോ. ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങളാകുമ്പോൾ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ അതാ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമ്മൾ വീട്ടിലുള്ള തൈര് നമുക്കിതൊന്ന് ഇതിനകത്തോട്ട് ഒഴിക്കണം. അപ്പം ഞാനിന്ന് ഒരു 6 ടേബിൾ സ്പൂണോളം തൈരാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന തൈരെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള തൈരാണ്. അത് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള തൈരല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. പിന്നെ ഞാനിത് കടയിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുള്ള തൈര് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ട് അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള തൈരാണ്. അപ്പോൾ ആ തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് പുളിക്കനുസരിച്ച് 5-6 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന തൈര് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യരുത്. നമ്മളിതൊരു റൂം ടെമ്പറേച്ചറിൽ വെച്ച്, അതായത് ഫ്രിഡ്ജിൽ ഒരു 1 മണിക്കൂറൊക്കെ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ള തൈരായിരിക്കണം. തണുപ്പെല്ലാം മാറ്റിയിട്ടുള്ള തൈരാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു വിസ്കർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കിത് ഞാനൊരു വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി ഇങ്ങനെ ചായ ആറ്റുന്നത് പോലെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രോപ്പറായി മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമുക്കിത് ഒരു തൈര് ഒരു തിക്കായിട്ടുള്ള തൈര് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആറ്റി നമ്മൾ ഒഴിക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സ്പൂണും വിസ്കറൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നത് ആ ഒരു പാത്രം നമുക്ക് എടുത്ത് വയ്ക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെ കുഞ്ഞു പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കടകളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചോറിൻ്റെ സൈഡിലൊക്കെ കറികളൊക്കെ വെച്ചിരിക്കുന്ന പാത്രമല്ലേ, അതിനകത്താണ് ഞാനിന്ന് ഒഴിച്ച് വെക്കുന്നത്. പിന്നെ ഒഴിച്ച് വെക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കാൻ നോക്കുക. എനിക്കതിൻ്റെ പിന്നീടുള്ള രഹസ്യം ഒന്നും അറിഞ്ഞുകൂടാ. കാരണം ഞാൻ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നത് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ചെയ്യും. എന്നാൽ അതേസമയം ഞാൻ ഗ്ലാസ് ബൗളിനകത്തോ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് വരാറുമില്ല കേട്ടോ. അതിൻ്റെ രഹസ്യം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം സ്റ്റീൽ പാത്രത്തിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ ഇതാ ഈ 3 കുഞ്ഞു പാത്രങ്ങളിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കുറച്ചും കൂടി ഉണ്ട്. അത് ഞാൻ വേറെ പാത്രത്തിലാണ് വെക്കുന്നത്. കാരണം എല്ലാം കൂടെ കുക്കറിൽ വെക്കാൻ സ്ഥലമില്ല. കുഞ്ഞു പാത്രമല്ല ഞാൻ വെച്ചത്, അതുകൊണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. പക്ഷേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യരുത് കേട്ടോ. നമ്മൾ കുക്കർ അടുപ്പത്ത് തന്നെ വെക്കണമെന്നൊന്നുമില്ല, കുറച്ചങ്ങ് മാറ്റി വെച്ചാൽ മതി. പക്ഷെ ഞാൻ ഇതിനകത്ത് എടുത്ത് പറയുകയാണ്, ഫ്ലെയിം ഞാൻ ഓൺ ചെയ്തിട്ടേ ഇല്ല. ഇതിനകത്തോട്ട് നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കുന്നുണ്ട്. അത് ഒരു അത്യാവശ്യം നമ്മളൊരു ആവി കയറ്റാൻ പാകത്തിനുള്ള ഒരു കപ്പോളം വെള്ളം അല്ലെങ്കിൽ ഒരു 1.5 കപ്പോളമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ റാക്ക് വെച്ച് കൊടുക്കാം. ഒരു സ്റ്റാൻഡോ റാക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ മൂടിക ഒന്ന് തിരിച്ചിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ റാക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ അന്നേരം ഞാൻ എടുത്തിരിക്കുന്ന പാത്രം വളരെ കുഞ്ഞിതായതുകൊണ്ട് ഒരു ലെവലിൽ അത് നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ വേറൊരു പാത്രം കൂടെ വെച്ച് നോക്കി. അപ്പോൾ അതും കറക്റ്റായിട്ട് വന്നില്ല. അതിങ്ങനെ ഒരുമിച്ച് 3 എണ്ണം കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റീൽ പാത്രം, നല്ലൊരു ചോറും പാത്രത്തിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഞാൻ അതൊന്ന് തിരിച്ച് വെച്ചിട്ടാണ് ഞാൻ മേലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ കുക്കറിനകത്ത് ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കർ മൂടി വയ്ക്കണം. സാധാരണ കുക്കർ അടയ്ക്കുന്നത് പോലെ തന്നെ അടയ്ക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കൗണ്ടർ ടോപ്പിന് മേലെയോ അങ്ങനെ അടുപ്പിന് മേലെ വെക്കണമെന്നൊന്നുമില്ല, കൗണ്ടർ ടോപ്പിൻ്റെ മേലെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതിന് ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പക്ഷേ എല്ലാ സ്ഥലത്തും 1 മണിക്കൂർ തന്നെ ആവണം എന്നില്ല കേട്ടോ. ഇപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ എന്നുള്ള ഒരു 1.5 മണിക്കൂറോ ഇച്ചിരി മുന്നോട്ട് പോയേക്കാം. എന്നാലും കൂടുതലൊന്നും എടുക്കത്തില്ല, ഒരു 1.5-2 മണിക്കൂർ മാക്സിമം. അതേസമയം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 1 മണിക്കൂറിനകത്ത് നമുക്കിത് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇവിടെ കറക്റ്റ് 1.25 മണിക്കൂറായി. ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ നല്ല തിക്കായിട്ടുള്ള തൈര് റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെ നല്ല കട്ടിയായിട്ടുള്ള തൈര് നമുക്ക് കിട്ടിയാണ്. ഇപ്പം ഞാനിവിടെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തീരെ കട്ടി കുറവെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ നല്ലൊരു തൈര് നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഞാനിപ്പോൾ സ്പൂണിലെടുത്ത് കാണിക്കാം. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഈ ഐസ്ക്രീം പോലെയുള്ള തൈരാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരും അതുപോലെ തന്നെ ആ ചൂടിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലത്തെ തൈര് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന കൂട്ടത്തിലുള്ള തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും ഈ കുക്കർ മെത്തേഡിലാണ്. ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. കാരണം ഇപ്പോൾ തണുപ്പിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്നായി കിട്ടാൻ ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല സാലഡ് റൈത്തക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ രുചിയും കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.